ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ ഇരിയാട്ടുപേട്ടയിൽ നിന്ന് ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡിലോട്ട് ഒരു യാത്ര പോകാൻ വേണ്ടി പോകട്ടെ. ഏകദേശം 3500 മുകളിലിരിക്കുന്ന ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ വീഡിയോ. അവസാനം വരെ കണ്ടാൽ പോകുന്ന വഴിയുള്ള എല്ലാ ട്രക്കിംഗ് എക്സ്പീരിയൻസ് കാണാൻ പറ്റും. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ. എന്നാ പിന്നെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ സാർ. ഹലോ, എന്തൊക്കെയുണ്ട്? അധിക നാളുകൾക്ക് ശേഷം ഞാനും ഒക്കെ ഒന്നിച്ചല്ലേ? ഇല്ലിക്കല് ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി മുകളിൽ വരെ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും നല്ല നടക്കണം, ആരോഗ്യമുള്ള ജനത ഉണ്ടാവട്ടെ. അത് ആ കാണുന്ന മണ്ടയില്ല, ഇഞ്ഞ മണ്ടേ കയറണം. ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസ് കയറിയാൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഇനി മൊത്തം ഓഫ് റോഡ് ആട്ടോ, ഒന്നും രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇനി തിരിച്ചിറങ്ങ ഓഫ് റോഡ് നടത്തമാണ്. ട്രക്കിംഗ്, അതെ, സോറി, ട്രക്കിംഗ്. ഒരുപാട് ആളുകൾ നമ്മളെ പോലെ പിറകിൽ കയറുന്നുണ്ട്. വൈകിട്ട് പോസ്റ്റിടാൻ പറ്റില്ല. റിസോനെ മോൻ കാണിടാ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ വളരെ ദുഷ്കരമായ വഴിയായിരുന്നു. ദുഷ്കരമായ പാതയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി കുറച്ച് നേരത്തേക്ക് ദുഷ്കരമായിരിക്കും, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. മറ്റേ ദുഷ്കരം എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ദുഷ്കരം കേട്ടോ. നമ്മൾ കയറിയപ്പോൾ ഇത്രയും പേര് കയറി വരുന്നില്ലായിരുന്നു, പക്ഷെ നമ്മൾ പുറകോട്ട് നോക്കിയപ്പോൾ ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് കയറി പോകുന്നുണ്ട്. നമ്മളോട്ടൊന്നും കാണാൻ മേല, എന്നാലും നമ്മൾ ഉദ്ദേശം വെച്ച് പോകാൻ വേണ്ടി പോവാ. ആണോ? ഇതാണ് നമ്മൾ ഇത്രയും കയറി വന്നേക്കുന്നത്. ഇനി നമുക്ക് കയറണം. കുറെ പേര് കയറി വരുന്നുണ്ട് നമ്മുടെ കൂടെ. എവിടെ നിന്നാണ് സ്ഥലം? പേട്ടെന്നല്ലേ? അതോടെ എനിക്ക് പറയാനുള്ളത്, റെസ്റ്റ് എടുത്ത് മൂവ് ചെയ്യാം കേട്ടോ. അതിന്റെ മകളെ നമുക്ക് കയറണം. നമ്മളിപ്പോ വന്നേക്കുന്നത് ഇത്രയും ഹൈറ്റ് താണ്ടിയാണ്. നമ്മൾ കുറച്ചുകൂടെ മണ്ട എത്തിയാൽ നമ്മൾ കയറിയ റോഡ് കാണാൻ പറ്റും. മണ്ട എത്തുമ്പോൾ കാണിച്ചു തരാം. ഭയങ്കര വിൻഡാണ് കേട്ടോ, ഭയങ്കര വിൻഡാണ്. കാര്യത്തോടെ നോക്കി മനസ്സിലാവും, ഭയങ്കര വിൻഡാ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പം കമ്പി പിടിക്കാൻ കിട്ടും കേട്ടോ. ചെറിയ ചെറിയ കമ്പികൾ വലിഞ്ഞേറാൻ കിട്ടും. LDF സർക്കാരിന്റെ ആണോ? അതാണ്. പൊക്കാന്നാ നീ എന്താ പറയാ, ഒരു സ്വർഗീയ വ്യൂ ആണോ. നല്ല ശ്വാസമൊക്കെ ഉള്ളവർ മാത്രം മണ്ടേ കയറുക, അല്ലെങ്കിൽ ശ്വാസം മുട്ടും. വളരെ സുന്ദരമായ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഹൈറ്റിലോട്ട് എടുക്കാൻ നമുക്ക് 1 കിലോമീറ്റർ ഉണ്ടോ, 500 മീറ്ററും കൂടെ ഉള്ളൂ ഏറ്റവും ഹൈറ്റിലെത്താൻ. ഇതിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റാണ്. അതെ, വേറെ എന്താണ് പറയാനുള്ളത്? ബിലാലിന് എന്താ പറയാനുള്ളത് ഇവിടെ വരുന്നത്? അതെ അതെ അതെ, ആരോഗ്യം കാത്തു സംരക്ഷിക്കുക, എന്നാലേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. വേറെ എന്നാ പറയുന്നു? അതെ അതെ, എക്സ്പീരിയൻസ് കയറാൻ വേണ്ടിയുണ്ടോ? എന്താ പറയുന്നു? അടിപൊളിയാണല്ലേ? അക്കൂടെ ഞാൻ പറയുന്നടാ. ആണോ? നമ്മളിപ്പോ നിൽക്കുന്ന മേഘത്തിന്റെ മണ്ടല്ല കേട്ടോ. ഇങ്ങനെ നിൽക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ. അതാ അങ്ങനെ തൊടുന്നാലോ. വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര കാറ്റും ഓരോ മഞ്ഞുവാ. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് വരാൻ നോക്കിയിട്ടുണ്ട്.
ശക്തമായ കാറ്റ് വന്ന് മഞ്ഞന്ന് വെട്ടിത്തെറിഞ്ഞപ്പോഴാ ദൂരെ ഒരു മലയും കൂടെ കണ്ടുപിടിച്ചോട്ടോ. ഇനി അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ പാലം. നടുക്ക് രണ്ടും ഇതാണ്. നടുക്ക് ചെറിയൊരു വഴി. ഇതാണ് അരങ്ങ് വഴി കേട്ടോ. ഇതൊക്കെ പറഞ്ഞെങ്കിൽ നമ്മള് ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. അപ്പം അവിടെ നിന്ന് ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനപ്പുറം പോവാൻ പറ്റിയല്ല. പറ്റും പക്ഷേ പറ്റിയല്ല. നമ്മള് 3000 അടി ഉണ്ടെന്നാണ് കേട്ടെ. പിന്നെ എന്റെ അളിയാ ഒറ്റ ദിവസം ആ ദിവസം നമ്മവിടെ കറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ റവന്യൂ കിട്ടിയത് 500 രൂപ എല്ലാ ആഴ്ചയും. ഞാൻ റവന്യൂ കിട്ടിയില്ലാന്ന് പറയും. ഈ വ്യൂ കാണുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും വന്ന് കാണണം. ഈ ടോപ്പ് വരെ കയറി വന്ന് തന്നെ കാണണം. എന്നാലും ഇതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. കഷ്ടപ്പാടിന്റെ ഒരു ഫീല്. ഇവിടെ നിന്ന് എല്ലാവരുടെയും കൊതി കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമുക്കൊരു വൻ വ്യൂ എല്ലാം കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു കേറിവല്ലോ? എങ്ങനെയുണ്ടായിരുന്നു ഹാജി? കേറിവല്ലോ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ കേറിവല്ലോ എങ്ങനെയുണ്ടായിരുന്നു? ഇവര് കേറി എല്ലാവരും ഒന്നും ഇറങ്ങിപ്പോയതാട്ടോ. വിശ്വസിക്കരുത്. അപ്പൊ നമ്മള് നമ്മുടെ ആഗ്രഹം സാധിച്ചു. നമ്മളിനി തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ചിറങ്ങിയിട്ട് താഴെ എത്തിയിട്ട് നമുക്ക് കാണാം ബാക്കി. വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. നമുക്കിനി ഇതേ താഴെ വരെ എത്തണം. ദേ അവിടെ ഒരു ചെറിയ റോഡ് കാണുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. നമുക്ക് താഴെ പോവാം. വഴി മാറി കയറി രണ്ടാൾക്കാർ അങ്ങനെ ഈ യാത്രയിലേക്ക് ഏറ്റവും പീക്ക് ലെവൽ എക്സ്പീരിയൻസ് പറയുന്നത് ഈ പാലമായിരുന്നു കേട്ടോ. പാലമല്ല, ഒരു വഴിയാണ്. രണ്ട് സൈഡും കൊക്കയാണ്. നടുക്കൂടെ ചെറിയൊരു പാതമാണ്. അതിലേക്കൂടെ നമ്മൾ നടന്നു വിട്ടണം ആ മല കയറാൻ. അവിടെയാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. ട്രക്കിങ് കഴിയുന്നതിലൂടെ ടോട്ടൽ 6 കിലോമീറ്റർ നടന്നു. മുകളിലോട്ട് 3, താഴത്തോട്ട് 3, അങ്ങനെ 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഇതുപോലത്തെ വഴി കേട്ടോ. ഇതുപോലത്തെ വഴി മൊത്തം അടിപൊളിയായിരുന്നു. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വരിക. കറക്റ്റ് 3 മണിയാകുമ്പോൾ പറഞ്ഞു എല്ലാവരും. 3 മണിയാകുമ്പോൾ വന്നാലേ കയറി ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയാവും. വഴി കാണാതെ വരും. കാരണം വരുന്ന വഴിയൊന്നും ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വരിക കേട്ടോ. ഓക്കെ, മല ഇറങ്ങി കഴിഞ്ഞ് നമ്മള് നല്ല ചായ കുടിച്ചു. എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ മലയാണ് നമ്മള് കയറിയത്. നോക്കി അതല്ല, അതിന്റെ അപ്പുറം നമുക്ക് കാണാനുണ്ട്. അതായത് ഇത്രയും കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, പിന്നെ കാണാം. ബൈ.